ഇവിടെ നമ്മുടെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ സുഗതൻ ഈ കൗൺസിൽ ഇറങ്ങി വരത്തില്ല. കാണിച്ചു തരാം. ഇവന്റെ ഗുണ്ടായി സാറിന്റെ വീട്ടിലാണ് പാർട്ടി ഓഫീസിലും. ഇവിടെ കോൺഗ്രസ് ആയി നമുക്ക് പറയേണ്ടവൻ. ഇവരുടെ പ്ലാൻ എന്ന് വെച്ചാൽ ആ മിനിറ്റ്സ് ബുക്ക് അതിന്റെ ഭാഗമായി അവർ കീറിക്കളഞ്ഞു. അപ്പൊ ഇനി സുഗതന് കോടതി പോകുമ്പോൾ എളുപ്പമാണ്. ആ മിനിറ്റ്സ് ബുക്ക് ഇതിന്റെ ഭാഗമായി മിനിറ്റ്സ് ബുക്ക് കീറിക്കളഞ്ഞിട്ടുണ്ട്. അപ്പൊ വളരെ ബുദ്ധിപരമായി മിനിറ്റ്സ് ബുക്ക് കീറിക്കളഞ്ഞ് സുഗതനെ ഇറക്കാൻ ഇവിടെ നമ്മുടെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ സുഗതൻ ഈ കൗൺസിൽ ഇറങ്ങി വരത്തില്ല. കാണിച്ചു തരാം. സുഗതന് വേണ്ടി അറ്റൻഡൻസ് ബുക്ക് ഒപ്പിടാതെ മാറ്റി വെച്ചിരുന്നു. നമ്മളത് കണ്ടുപിടിച്ച് അറ്റൻഡൻസ് നമ്മൾ ഇട്ടു. മേയറാണ് സ്റ്റാർട്ട് ചെയ്തത്. സാധാരണ സഭ്യമായി സഭ കൊണ്ടുവരേണ്ട മേയർ ഇത് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അവിടെ നിന്നിട്ട് ഞാൻ പറയാം, ചെമ്പഴന്തി ഉദയൻ എന്ന് പറയുന്ന വേറെ വാക്ക് പറയുന്നത് കൗൺസിലറാണ്. സ്ത്രീകൾ, അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെ പെങ്ങന്മാരെ കയറി പിടിക്കാൻ കഴിയുന്നത് അവനാണ്. കൊച്ചു കുട്ടികളെ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നത്. ദേഹത്തെ പിടിച്ചു. നമ്മൾ നിങ്ങൾ വീഡിയോ നോക്കൂ. വെള്ളം കൂടി ഒഴിക്കും. എന്താ കാണുന്നത്? പിന്നെ അവരുടെയൊക്കെ ഈ ബീഹാറിലെ യുപിയിലെ അഹങ്കാരം അവരുടെ ആൾക്കാർ അവർ വീട്ടിൽ കാണിച്ചാൽ മതി. ഇവിടെ UDF കൗൺസിലേഴ്സിന്റെ സ്ത്രീകളുടെയും കൗൺസിലേഴ്സും ഇങ്ങനെ തട്ടാൻ പേടിക്കണയാണ് വിചാരിക്കേണ്ടവരൊന്നും. അവന്റെ വീട്ടിൽ കാണിച്ചാൽ മതി. അവന്റെ സംസ്കാരം, അവനാണ് അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. കൂടി കൊണ്ടുപോയി. ഇന്ന് മനഃപൂർവ്വം അജണ്ട പാസ്സാക്കാതെ നമ്മളത് കണ്ടുപിടിച്ച് വളരെ ബുദ്ധിപരമായി അറ്റൻഡൻസ് മാർക്ക് ചെയ്തപ്പോൾ ആ അറ്റൻഡൻസ് ബുക്ക് കൂടെ കീറണം. അപ്പൊ ഇവിടെ വഴക്കുണ്ടാക്കിയതിന്റെ ഭാഗമായി ആ വഴക്കിനുള്ള അറ്റൻഡൻസ് ബുക്കും കീറിയിട്ടുണ്ട്. അപ്പൊ നാളെ കോടതിയിൽ പോയാൽ സുഗതൻ ഒപ്പിട്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റുന്നില്ല. വളരെ ബുദ്ധിമുട്ടുള്ള പ്ലാനാണ്. അതൊന്നും ഈ നടക്കത്തൊന്നുമില്ല. ഇവന്റെയൊക്കെ ഗുണ്ടായി സാറിന്റെ വീട്ടിലാണ് പാർട്ടി ഓഫീസിലും. ഇവിടെ കോൺഗ്രസ് ആയി നമുക്ക് പറയേണ്ടവൻ. ബുക്ക് ഞങ്ങളെ ഇന്ന് പിടിച്ച് വലിക്കുക. സ്ത്രീകളെ ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്നവരെ വലിച്ച് തറയെ കൂടെ വലിച്ചുണ്ട്. ഇവരുടെ തുണി വരെ വലിച്ചു ഉരിഞ്ഞിട്ട് എന്നിട്ടാണ് അവർ ഈ അഭ്യാസം കാണിക്കുന്നത്. അത് ചെമ്പഴന്തി ഉദയനും അവരുടെ കുറെ ആൾക്കാരും കൂടാണ് ചെയ്തത്. എന്താണ് സംഭവിച്ചത് ഇവിടെ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 400-ൽ പരം വിഷയങ്ങളുള്ള ഒരു അജണ്ടയാണ് മേയർ വന്നിരുന്ന് വെറുതെ പാസ്സാക്കി വിട്ടത്. അത്തരത്തിൽ കൂടിയ ഒരു കൗൺസിൽ യോഗം കൂടിയാൽ അവിടെയുള്ള കൗൺസിലർമാർക്ക് ആ അറ്റൻഡൻസ് ബുക്കിൽ ഒപ്പിട്ട് അറ്റൻഡൻസ് രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട്. ആ അവകാശമാണ് ഇവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ മര്യാദയ്ക്ക് അറ്റൻഡൻസ് ബുക്ക് എടുത്ത് സബ്സ്റ്റന്റ് എന്താ പറഞ്ഞത്? UDF കൗൺസിലർമാർ അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യുന്നു, അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നു. അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ അനിതാന്റെയും ബാക്കിയുള്ള നമ്മൾ എല്ലാവരും പോകുമ്പോൾ അവർ വന്ന് ചെമ്പഴന്തി ഉദയൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് അറ്റൻഡൻസ് ബുക്ക് ബലാത്കാരമായി പിടിച്ചു വാങ്ങാണ് ചെയ്യുന്നത്. അങ്ങനെ അറ്റൻഡൻസ് ബുക്ക് നഗരസഭ ഒഫീഷ്യൽ അറ്റൻഡൻസ് ബുക്ക് ബലാത്കാരമായി പിടിച്ചു വാങ്ങേണ്ട ഒന്നാണോ എന്നുള്ളത് ഒരു ചോദ്യം. അങ്ങനെ പിടിച്ചു വാങ്ങേണ്ട ആവശ്യം തന്നെ എന്താണ്? രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ കൂടുതൽ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ അവരുടെ വസ്ത്രങ്ങളിൽ കയറി പിടിക്കുക, വസ്ത്രങ്ങൾ വലിച്ചു കീറുക തുടങ്ങിയുള്ള കാര്യങ്ങൾ. ഞങ്ങളുടെ എന്റെ മുഖത്ത് ഉൾപ്പെടെ ചൂടുവെള്ളം, ഗ്ലാസ്സിലിരുന്ന ചൂടുവെള്ളം ഉൾപ്പെടെ BJPയിലെ പ്രവർത്തകർ മുഖത്ത് ഗ്ലാസ്സിലേക്ക് എടുത്ത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കേണ്ട ഒരേ ഒരു ചോദ്യം വെച്ചാൽ, സുഗതൻ വരാത്ത ഒരു കൗൺസിൽ ബാക്കിയുള്ള കൗൺസിലർമാർ ആരും ഒപ്പിടണ്ടേ?